നിന്നെ അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞേക്കാം. എന്തിനാ? എന്തൊക്കെ വൃത്തികേടാണ് നീ ലാലേട്ടനോട് ഞങ്ങളെ പറ്റി പോയി പറഞ്ഞു കൊടുത്തത്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, സത്യം. ലാലേട്ടൻ പറഞ്ഞു സ്റ്റേജിൽ എനിക്ക് ഏരിയ ഞങ്ങളുടെ കാല് തല്ലി കൊടുക്കും, ഞങ്ങള് മഹാമാരാന്ന് വരെ പറഞ്ഞു. നിക്ക് ഒരു മിനിറ്റ്. എനിക്ക് തോന്നേ അത് ഞാനല്ല പറഞ്ഞത്. പിന്നെ അത് നമ്മുടെ റംസാൻ ആയിരിക്കും. ആരാടാ റംസാൻ? റംസാൻ ആണെങ്കിലും ബക്രീദ് ആണെങ്കിലും ഇവിടെ കിട്ടണം, ഇവിടെ ഒരു മിനിറ്റ്. കഷ്ടപ്പെട്ട് മനുഷ്യൻ സ്പോൺസർ ചെയ്യാന്ന് വെച്ചിട്ട് ലാലേട്ടൻ പറയണം. ഹലോ ഹലോ ചേട്ടാ. അളിയ റംസാനെ, നീ എവിടെയാണ്? ഞാൻ അടുത്ത ഡാൻസിന് പോവാൻ നിൽക്കുന്നു. എടാ, നീ ഒന്ന് ബാക്കിലോട്ട് വരൂ, ആ ബാറിന്റെ അടുത്തോട്ട്. ഞാനിപ്പോ പഠിക്കുന്നില്ല, എനിക്ക് ഡാൻസ് കളിക്കാനുള്ളതാ. എടാ, നിക്ക് കേക്ക്. എന്നെ കാണാൻ ഒരു പെണ്ണ് വരുമെന്ന് പറഞ്ഞില്ലേ? അവള് ഇപ്പൊ ഹലോ 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 അച്ചായ, വെച്ച് എന്തായി? വരുമെന്ന് തോന്നുന്നില്ല അവൻ. നീ വന്നില്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ നീ ഇവിടെ നിൽക്കേണ്ട വരും. അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇല്ല. മോനെ വിധു, എന്താ വിളിച്ചേ? പറഞ്ഞേ. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറയാം. പെണ്ണെവിടെ? ആദ്യം പെണ്ണിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അവർക്ക് 2 ആങ്ങളമാരുണ്ട്, അവരൊന്ന് പരിചയപ്പെട്ടാലോ? വേണം. വാ, തങ്കം പോലത്തെ ആൾക്കാരാ. നീ നിന്നേ. അച്ചായ, ഇതാണ് റംസാൻ. നീയാണല്ലേ റംസാൻ? ഞാനാണ് റംസാൻ. ജിമ്മി, അടിച്ചോടിക്കടാ. ഞാനൊരു പാവം ഡാൻസറാ, കാലിലൂടിയില്ലേ പ്ലീസ്. അച്ഛാ, ഇവൻ പാവല്ല, പക്ഷെ ഇവൻ ഡാൻസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാൻസർ ആണ്. എല്ലാം പോയല്ലോ ലൈറ്റ്. ഏതെല്ലാം മോനെ റംസാൻ, ഇനി വാ. അപ്പോ ഡാൻസുകാരനുമായി പാട്ടുകാരനുമായി. ഒരു കാര്യം ചെയ്യ്, 2 പേര് ജീവിതകാലം മുഴുവൻ പാട്ടും പാടി ഡാൻസ് ചെയ്ത് ഈ ബാറിൽ, അച്ചായന്റെ ബാറിൽ ഇവിടെ നിന്നു. അയ്യോ, അങ്ങനെ പറയാൻ പറ്റൂല, എനിക്ക് ഡാൻസ് കളിക്കാനുള്ളതാ, പോയേ പറ്റൂ. അയ്യോ, നിനക്ക് ഇവിടുന്ന് പോകാൻ അനുവാദം ഇല്ല. എടാ, വിടില്ലെന്ന് പറഞ്ഞാൽ നിന്നെ വിടില്ല. നല്ലൊരു കാര്യം ചെയ്യ് ജിമ്മി, നമ്മുടെ ക്ലീറ്റസുമായിട്ട് ഇവന്റെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാലോ? ഞങ്ങളുടെ കൂടെ ഒരുത്തനുണ്ട്, അവന് നീ ഒന്ന് ഡാൻസ് ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ? നീ കളിയാ ജിമ്മി, അവനെ വിളി. ക്ലീറ്റസ്, എന്താ ചായ? അവനാണ് നമ്മുടെ ഒരു ഡാൻസുകാരൻ. അപ്പൊ നീ ആയിട്ടൊരു കോമ്പറ്റീഷൻ വെച്ചേക്കാന്ന് അച്ഛൻ പറഞ്ഞേക്കാണ്. എങ്ങനെയാന്ന് വെച്ചൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട്. നീ ക്ലാസിക്കലായിട്ട് ഡാൻസ് പഠിച്ചതാണോ? ക്ലാസിക്കലായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പോയി പഠിച്ചതാണോ? ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ട്. എന്നൊന്ന് കാണിച്ച. എന്ത് നിന്റെ ക്ലാസിക്കല്? അല്ല, ഞാനിതെങ്ങനെ ആദ്യം ഡാൻസ് ചെയ്യ്. കം ഓൺ മ്യൂസിക്. കളിയാ സുഖസോമം തേടുന്നു ദാഹം, നീ തരൂ ആദ്യ രോമാഞ്ചഭാവം. അധര ശില്പങ്ങൾ, മദന തൽപ്പങ്ങൾ, ചൂടേറിയാടുന്ന കാമഹർഷം, എന്താണ് നിൻ സംഗമം? ഇതാണ് നീ ക്ലാസ്സിൽ പോയി ക്ലാസിക്കൽ സ്റ്റൈല്. ഞാൻ ഒരു സ്റ്റെപ്പ് കാണിക്കാം. ജസ്റ്റ് റൈറ്റ്. കാലിങ്ങനെ വെച്ച് കേട്ടില്ലടാ കൈയടി. ജസ്റ്റ് റൈറ്റ്. എത്ര പേക്കായി? കാണിക്കാം. എങ്ങനെ ഒന്നുകൂടി കാലിങ്ങനെ വെക്കേ. അവിടെയൊക്കെ പിടിക്കണെന്തിനാ? അങ്ങനെ ഒടിഞ്ഞു വരട്ടാ. ഒടിഞ്ഞ ഉള്ളിലെന്താ പറയണ്ടെന്ന് അറിയാലോ. ഇനി പാട്ടിന്റെ ഒപ്പം കളിക്കേ. മ്യൂസിക് ഒന്നിടൂ. അച്ചായ, ഞാൻ ജയിച്ചു. ജീവിതത്തിൽ ജയിച്ചു. അല്ലേ?
അങ്ങനല്ലേ പാടുള്ളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുമുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എനിക്കതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ ഒരു ആഭാസിന്റെ മുന്നിൽ ജാക്കറ്റ് ഇട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. എന്ത് എന്റെ ഊളൊക്കെയാ പറയാ? ഇല്ല, എനിക്ക് ഈ ജാക്കറ്റ് ഇടാനുള്ള യോഗ്യതയില്ല. ഞാനിത് എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. നിന്റെ ഡാൻസിനെ കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മൊണോക്റ്റ. കലക്കിട്ടുണ്ട് കേട്ടോ മോനെ. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. അതെ, ദൈവത്തിന് അതല്ല പണി, ആരുമില്ലാത്തവർക്ക്. പോയടാ അവിടുന്ന്, നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല ഇവിടെ. ഇവനെന്ത് പറ്റി? ഇവനെ അവന്റെ 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 ചരിത്രം പോയി കിടക്കുക. അവന്റെ ചരിത്രം പോയതാ? എന്ത് എന്തോ പോയി കിടക്കുന്നുണ്ടില്ലേ? എന്ത് പറ്റി അവനെ? അയ്യോ, നിന്റെ ചരിത്രം പോയാ? എന്ത് പറ്റി? ഇവരെന്നെ എന്താ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വരെ ഒരു മിനിറ്റ്, എന്തെങ്കിലും നടക്കുമ്പോ ഈ വിക്ടിം കാർഡ് എടുത്ത് കാണിക്കുന്നത് ശരിയല്ലാട്ടാ. എന്താണ്? ലാലേട്ട വേറെ ഒന്നുമില്ല. ഇവനില്ലാത്ത വൃത്തികേട് ഞങ്ങളെ പറ്റി പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങളോട് ലാലേട്ടൻ പറഞ്ഞത് സ്റ്റേജിൽ കയറി ആ കാല് തല്ലി ഓടിക്കുമെന്ന്. ആര് പറഞ്ഞു? ഇവനല്ലേ പറഞ്ഞത് വൃത്തികേട്? ഇവനോ? ആ, ഇവനല്ല പറഞ്ഞു. പിന്നെ ആര്? ഇവൻ. നീയോ? ഒരു മിനിറ്റ്. ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ ശരിയായിരിക്കും. സോറി. ലാലേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കഷ്ടപ്പെട്ട് ഈ ലണ്ടനിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ബാറ് തുടങ്ങാനുള്ള കാരണക്കാരൻ ആരാന്ന് ലാലേട്ടൻ അറിയുമോ? എനിക്കറിയില്ല. ലാലേട്ടാ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. ഒരു സ്മോൾ ഒഴിക്കട്ടെ? നോ താങ്ക്സ്. ഒരു ആഫ്റ്റർ 6 ആയിരുന്നെങ്കിൽ ടക്കെന്നൊരു സ്മോൾ ഒഴി. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടെ വിട്ടു പോകരുത്. നമുക്ക് ഒരു വീറ കാച്ചിയാലോ? കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കാം, ഇല്ലെങ്കിൽ അതിന് മെനക്കെടുക്കാം. സാധാരണ എത്ര എണ്ണം വരെ കഴിക്കും? ഒരു 7-8 എണ്ണം വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റ്, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരു സ്മോൾ ഒറ്റ വലിക്കാരനാ. റോക്സ് വേണം. ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പക്ഷെ ഇത് ഞാനല്ലേ? അതേ ലാലേട്ട, എന്നും ഈ വീഡിയോയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഈ ബാർ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്. ലാലേട്ടൻ അറിയാമോ? അത്രയ്ക്ക് ഇഷ്ടമാണ് ലാലേട്ടൻ കള്ളുകുടി സീനുകൾ ഞങ്ങൾക്ക്. ശരി. അപ്പൊ ഞങ്ങൾ പരസ്യം വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ലാലേട്ടൻ അത് സാധിച്ചു സമയമായി. പെട്ടെന്ന് തീർക്കാം. എന്താണ്? ഞങ്ങളുടെ കൂടെ ഒരു പെക്കടിക്കുവോ? ഒരൊറ്റ പ്ലീസ്. ഇല്ല, ഞങ്ങള് ഷോ ഇല്ല, പറ്റില്ല. അച്ഛാ, എന്റെ അവസാനത്തെ ഒരു ആഗ്രഹമായിട്ട് കണ്ടൂടെ? അവസാനത്തെ ആഗ്രഹം ഇന്നത്തെ അങ്ങനെയാണെങ്കിൽ ഒരു ചെറുത്. എത്ര കാലത്ത് ആഗ്രഹം വന്നതാ. ഇത് പിടിച്ചോ, കണ്ണ് നോക്കി ചിയേഴ്സ് പറയുന്നു, നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. ഓക്കെ, റെഡി? 1 2 3 ചിയേഴ്സ്. എടാ ലാലേട്ടനും നമ്മളെ പോലെ ഒറ്റ വലിയ കേട്ടോ. എങ്ങനുണ്ട്? അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. അങ്ങനെയാണ് ലാലേട്ട. ഒരാഗ്രഹം കൂടെ. ലാലേട്ടന്റെ രാജാവിന്റെ മകൻ ഞാൻ തിയേറ്ററിൽ 18 പ്രാവശ്യം കണ്ട ഒരാളാണ്. അതിലെ ആ സിനിമ കണ്ടിട്ട് എന്റെ മകന് ഞാൻ രാജുമോറിന് പേര് വരെ ഇട്ടു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രാജാവിന്റെ മകനിലെ ഒരു ഡയലോഗ് ലാലേട്ടൻ ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. പിന്നെ പറയാം, എനിക്ക് പ്ലീസ്, തലയ്ക്ക് പിടിച്ച് പ്ലീസ്, റിക്വസ്റ്റ് പ്ലീസ്. ശരി. രാജുമോൻ എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഇതിന്റെ ഫാദർ ഇത് എന്ത് തേങ്ങയാണ് ഈ ലാലേട്ട കുറച്ചുകൂടി അക്ഷരസ്ഫുടതയിൽ പറഞ്ഞു. അങ്ങനെ പറ. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണ്.
കിരീടവും ചെങ്കോലവും സിംഹാസനവുമുള്ള രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു പ്രിൻസ്, രാജകുമാരൻ, രാജാവിൻ്റെ മകൻ. യെസ്, ഐ എം എ പ്രിൻസ്, അണ്ടർ വേൾഡ് പ്രിൻസ്, അധോ ലോകങ്ങളുടെ രാജകുമാരൻ. ഓക്കെ, നീ നിന്റെ അച്ഛൻ്റെ അച്ചാർ ഇങ്ങെടുത്ത്. അച്ഛന്റെ അച്ചാറാ? അച്ഛന്റെ അച്ചാറല്ല, അച്ചാമാസ് അച്ചാർ. എടുത്തോണ്ട് വേണം. എടാ മൂർഖം പാമ്പിനാണല്ലോ ബ്രൗൺ ഷുഗർ കൊടുക്കുന്നത്. നമുക്ക് ചോദിച്ചു പോലെ ആരാണ് ഇത് അടച്ചു വെച്ചത്? ഇവിടെ എങ്ങനുണ്ട് ലാലേട്ടാ? എന്തായാലും ഇവിടെ വന്നൊരു പെഗു അടിച്ച് അച്ചാമാസ് അച്ചാർ ഒന്ന് അതും ചെയ്ത്. അപ്പൊ ഈ ബാറിന്റെ അറ്റ്മോസ്ഫിയറിൽ പാടാൻ പറ്റിയ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുമോ? ഈ ബാറിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു പാട്ട് പാടിയിട്ട് ഞങ്ങൾ പോവാം. അത് കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം അല്ലേ? ഒരു പാട്ട്. അതെ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ ആ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ ആ മുത്തശ്ശന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മതി ലാലേട്ടാ, മതി. ഇനി എന്തായാലും നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ വരാറായി. നിങ്ങൾക്ക് അവിടെ ഷോ തുടങ്ങാൻ സമയമായി. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. അല്ല, അത് കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ, നിങ്ങൾ പറഞ്ഞിട്ട് നമ്മളൊരു പാട്ട് പാടിയ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊരു ഈ ഇതിനെ പറ്റിയ ആംബിയൻസ് ആണ്. ചേർന്നൊരു പാട്ട് വേണം. ഒരു പാട്ട്, ഒരുമിച്ചൊരു പാട്ട്. അങ്ങനെയാണെങ്കിൽ നല്ല കടുകിട്ട് വറക്കുന്ന ഒരു പാട്ട് വേണം അല്ലേ? കഴുകിട്ട് വറുത്തൊരു കടക്കണം അടിച്ചത് കുടിക്കിട്ട് വലിക്കല്ലേ വിളിക്കണേ. നീ തുടങ്ങിയാലുടനെ അറ്റാക്ക് കത്തിക്കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്ന വാക്ക് കരിമ്പിന്റെ രസമുള്ള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കഴുകിട്ട് വറുത്തൊരു കടക്കണം അടിച്ചെന്നെ കുളിക്കിട്ട് വലിക്കല്ലേ വിളിക്കപ്പെണ്ണേ. തിരിച്ചിട്ട് മറിച്ചിട്ട് കുളിച്ചിട്ട് നനച്ചിട്ട് കുളിപ്പിച്ച് കിടത്തല്ലേ കുടുക്കപ്പെണ്ണെ 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 കൊടു. കഴിഞ്ഞു. അല്ല, ഞാൻ ഒരു എക്കോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ലാലേട്ടാ സന്തോഷമായി. ഞങ്ങളുടെ ബിസിനസ് നടക്കാൻ സമയമായി. ഇനി പൊക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ടും കൂടെ പാടും. ഇനി പാട്ടൂടെ വന്നല്ലോ. ഒരു പാട്ടും കൂടെ പാടാം. ഇയാൾ എവിടെ? നീ പോയില്ലേ? എവിടെ പോയി നീ? ഞാനിവിടെ അതെ, ഇവർക്ക് വേണ്ടി നമുക്ക് ഒരു നല്ല പാട്ട് പാടിയിട്ട് നമുക്ക് പോവാം. നമുക്ക് ഷോ ഉള്ള. നീ എവിടെ പോയി? ഞാൻ ഒരാളെ കാണാൻ ശരി. എന്ത് പറ്റി? ഒരു 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 എന്താ ശോകമുഖമുണ്ട്. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. എന്തോ ഒരു ഗേൾ ഫ്രണ്ട് എന്താ കാണാൻ വരുന്നത്? ആ അത് നമുക്ക് വിടാം. നമുക്ക് വേറെ എന്തെങ്കിലും. എവിടെ? ഗേൾഫ്രണ്ട് ചേച്ചിയെ വിളിക്കേ. ചേച്ചി വന്നേ. ലാലേട്ടാ, ഇത് റീന ചേച്ചി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ? ഞാൻ ലാൽ സാറിന്റെ ഒരു ഡൈ ഫാനാണ്. ആയിക്കോട്ടെ. ഞാൻ ഒരുപാട് റീലൊക്കെ കണ്ടിട്ടുണ്ട്. നൈസ്. ഇവിടെ ഇതാണ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. താങ്ക് യു സാർ. ആണെന്ന് തോന്നുന്നു. എന്താണ്? അയ്യോ പറഞ്ഞോ.
ഹലോ വിധു, എന്തൊക്കെയുണ്ട് വിശേഷം? പരമസുഖം. ഓക്കെ, ഞാൻ ഇന്ന് വിധുവിനെ വിളിച്ചിരുന്നു കേട്ടോ. നിങ്ങളുടെ ഈ ഫംഗ്ഷൻ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ആഗ്രഹം തോന്നി വന്നതേ ഉള്ളൂ. അപ്പൊ വിധുവിനെ വിളിച്ചൊരു പ്രാങ്ക് നടത്തിയാണോ? ആ അതെ, അത് ശരി. അതിനു വേണ്ടിയിട്ടാ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വിധുവിനെ വിളിച്ച് അതെ. ഗേൾ ഫ്രണ്ട് ആണെന്ന് അതെ, മോഹൻലാൽ സാർ, ദിസ് ഈസ് ജസ്റ്റ് ഫോർ ഫൺ. ഞാനേ ഈ വിധുവിനെ ഒന്ന് പ്രാങ്ക് ചെയ്തേ ഉള്ളൂ. ശരി. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഫണ്ടായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ലേ? അതല്ലേ നമ്മുടെ ലൈഫിൽ വേണ്ടത്. അപ്പൊ എനിക്ക് വന്നിട്ട് എൻ്റെ ഈ ഒരു റീൽസും എൻ്റെ ഈ ഒരു സ്റ്റോറീസിലും ഒക്കെ കാണുന്ന ഈ ലൈക്ക് ചെയ്യുന്നവരും ഡിസ്ലൈക്ക് ചെയ്യുന്നവരും ഒക്കെ അവർ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും അവർ അറിഞ്ഞിരുന്നില്ല ഞാനൊരു ക്യാൻസർ സർവൈവ് ചെയ്തൊരു വ്യക്തിയായിരുന്നു എന്നത്. പക്ഷെ അവരങ്ങനെ അതൊന്നും അറിയാതെ എന്നെ വിലയിരുത്തിയതായിരുന്നു. പക്ഷെ ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പം ഞാൻ അതിൽ നിന്ന് പഠിച്ച ഒരു പാഠമുണ്ട് സാർ. ലിവ്, ലവ് ആൻഡ് ലവ്. ഐ തിങ്ക് യു ഓൾസോ ഫോളോ ലിവ്, ലവ് ആൻഡ് ലവ്. ഐ എം വെരി സോറി, ഒരു ക്യാൻസർ സർവൈവറാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരുപാട് സ്നേഹം പ്രാർത്ഥന. എന്താ പറയൂ, പറഞ്ഞോളൂ. എന്നോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുക്കാമോ? അങ്ങനെ മാഡത്തിനെ പോലൊരു ഫൈറ്റർക്കൊപ്പം സെൽഫി എടുക്കണം ഞങ്ങൾ എല്ലാവരും. ജിമ്മി എടുക്കുന്നത് എടുത്തോ.